ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റേണ്ട സമയം അതിക്രമിച്ചുവെന്ന് CPI വിലയിരുത്തൽ. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് CPI നേതൃത്വം CPM-നെയും LDF നേതൃത്വത്തെയും അറിയിച്ചു എന്നാണ് സൂചന. നടപടി വൈകുന്നതിൽ CPM-ൽ ഒരു വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. സേഫ് സെയിൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ് തുടക്കം തൊട്ട് തന്നെ CPI വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. വലിയ അതൃപ്തി CPIക്കുള്ളിൽ ഉണ്ടായിരുന്നു. മറ്റ് ഘടകകക്ഷികളും ഇതേ അഭിപ്രായത്തിൽ നിലകൊള്ളുന്നെന്ന് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇടതുമുന്നണി പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് സാധിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ ഇപ്പോഴും CPI? CPI-യും RJD അടക്കമുള്ള ഘടകകക്ഷികൾ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഈ വിഷയത്തിൽ തയ്യാറല്ല അമൃത. കാരണം മുന്നണിയുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ ആകെ ബാധിക്കുന്ന വിഷയമാണ് ADGP അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരുന്നുകൊണ്ട് RSS നേതാക്കളെ കണ്ടത്. അത് ഇടതുമുന്നണിയുടെ ഒരു നയമുണ്ട്, സാധാരണഗതിയിൽ കൊണ്ടുപോകുന്ന ഒരു നയമുണ്ട്. ആ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതാണ് CPI-യും അതുപോലെ തന്നെ RJD അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ പറയുന്നത് ഒരു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതിന് ആ വാദങ്ങൾ പൂർണ്ണമായി ഘടകകക്ഷികൾ തള്ളിക്കളയുകയാണ്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ സർവീസ് ചട്ടപ്രകാരമുള്ള നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഉണ്ടാവുക. അപ്പോ നേരത്തെ സെൻകുമാറുമായി ബന്ധപ്പെട്ട കേസിലടക്കം സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതുകൊണ്ടാണ് ആ കേസ് അങ്ങനെ പോയത്. ഇവിടെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം മുന്നണി നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം മാത്രമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കാറുണ്ട്. ഇപ്പോൾ IS തലപ്പത്ത് മാറ്റം വരുമ്പോൾ IPS തലപ്പത്ത് മാറ്റം വരുന്നതെല്ലാം ആ ഭരണ സംവിധാനത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ ഒരുക്കുന്നതാണ്. അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതിനോട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടിയെടുക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPI-യും RJD-യും തയ്യാറല്ല. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതേ ഉള്ളൂ. CPM നേതൃത്വത്തെ ഇതിൽ നടപടി വൈകുന്നതിനുള്ള അതൃപ്തി CPI-യും RJD അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുന്നണി നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് CPI അടക്കമുള്ളവർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ദിവസം ഇങ്ങനെ വൈകി പോകുന്നതിൽ കടുത്ത അതൃപ്തി CPI-ക്കുണ്ട്. ഇനിയും പറയേണ്ടി വന്നാൽ തുറന്നു പറയും എന്ന നിലപാട് തന്നെയാണ് CPI നേതാക്കന്മാർ ഉള്ളത്. കാരണം മുന്നണിയുടെ പ്രതിച്ഛായ ബാധിക്കുന്ന വിഷയം ഇങ്ങനെ വളർന്നു പോയിട്ടും മുഖ്യമന്ത്രി അതിൽ തുടരുന്ന മൗനം അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം അവർ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം സ്വാഭാവികമായിട്ട് മറ്റു പാർട്ടികൾ കൂടി വരും ദിവസങ്ങളിൽ ഉന്നയിച്ചേക്കാം. അമൃത. ശരി സേഫ്.